ഞായറാഴ്ച ഞാൻ പള്ളിയിൽ നടത്തുന്ന പ്രസംഗം കാരണം പള്ളിയിലേക്കുള്ള ആൾക്കാരുടെ വരവ് കുറഞ്ഞു എന്നൊരു ശ്രുതി നാട്ടിൽ പരന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആദരണീയനായ ശ്രീ തോമസ് സാറാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ആദരണീയനായ ഫാദർ കുര്യൻ വട്ടത്തറ, അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ ആഹ്ലാദകരമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ സന്തോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയാതെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ പണ്ട് പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ അവകാശബോധത്തെക്കാൾ ഉപരി കർത്തവ്യബോധത്തെക്കുറിച്ചാണ്. നമുക്കെന്ത് കിട്ടാനുണ്ട് എന്നുള്ളതല്ല, നമുക്കെന്ത് ചെയ്യാനുണ്ട് എന്ന ബോധത്തെക്കുറിച്ച്. അങ്ങനെ പഴയ തോമസ് സാർ തന്നെ പ്ലാങ്കമൺ ഗാന്ധി പിള്ളേര് വിളിക്കുന്നത്. റിട്ടയർമെന്റ് ശേഷം എന്നതാ പരിപാടി സാറിന്? ഇതൊക്കെ തന്നെ പിടിച്ചവന്മാരെ ഉപദേശിച്ചെന്നാക്ക്. പണ്ട് ഞങ്ങൾ 3-4 പേര് ഒന്നിച്ചു കൂടിയാൽ ചെയ്യേണ്ട സേവനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് 4 ചെറുപ്പക്കാരൊന്നിച്ചു കൂടിയാൽ സേവയെക്കുറിച്ചാണ് സംസാരം. ഏതാഘോഷത്തിനും ഇതൊക്കെ വേണമെന്നാണ് ഇപ്പോഴത്തെ നാട്ടുനടപ്പ്. നാളെ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ ആഘോഷം എന്ന വാക്കിന് പകരം സേവ എന്ന അർത്ഥം കൂടി പഠിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ പേടി. നല്ല ഇതാ നീ എങ്ങനെയാ സാറിനെ പോലെ പിള്ളേരെ ചൂടെടുത്തല്ലോ. തരം കിട്ടിയ ബോഡി കറി പണിഞ്ഞളയും സർക്കാരിന്റെ കണ്ണ്. അതുകൊണ്ട് നമുക്ക് ജാഗ്രത പാലിച്ചിരിക്കാനേ കഴിയൂ. നമ്മുടെ ഓരോ വീട്ടിൽ നിന്നും ഇത്തരം ഓരോ അപകടങ്ങളെ അകറ്റി നിർത്തുക. അരുതാത്തതൊന്നും നമ്മുടെ വീട്ടിലേക്ക് കയറ്റത്തില്ല എന്ന് ശപഥം ചെയ്യുക. എങ്കിൽ നല്ല ഒരു നാളെ നമുക്കായി ഒരുങ്ങി വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്. ആവേശോജ്വലമായ വടംവലി മത്സരം ആരംഭിക്കുകയാണ്. ബ്ലാക്ക് ഡെവിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ചുണക്കുട്ടന്മാർക്കെതിരെ മത്സരിക്കുന്നത് ഫാദർ വട്ടത്തറ നയിക്കുന്ന സംഘത്തിൽ പ്ലാങ്കമണ്ണിലെ കുഞ്ഞാടുകൾ അണിനിരക്കുന്നു. സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും PBCക്ക് വേണ്ടി വിദ്യാധരൻ. ഇവിടെ ഒരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നല്ലോ, മുറിച്ചു പോയോ? ഇത് ആഞ്ഞിലിയാ. അതെനിക്കറിയാം. ഇതേതാ ഇടി കുഞ്ഞോളാ, നീ അതോ ഗ്രോണപ്പായി പോയല്ലോ. തനിച്ചാന്നോ ഇത്തവണ? നന്നായി. തടിയാപിള്ള എയർപോർട്ടിൽ വിളിക്കാൻ വന്നതൊക്കെ അറിഞ്ഞായിരുന്നു. കാണാവേ. ഇരന്ന് ആനന്ദം ചേട്ടാ ഒരു മസിൽ കൊടുത്തോ. ഈ ചെറി പോ വടത്തറ. മാത്തുക്കുട്ടിയല്ലയോ? ചേടാ നീ എപ്പോ വന്നടവേ? വരണൊഴിയാച്ചു. ആഹാ, പഴയ കമ്പനികളൊക്കെ ഉണ്ടല്ലോ. തോമസ് സാർ എന്ത്? അങ്ങേരങ്ങ് പിണങ്ങിപ്പോയി. അയ്യോ അതന്നെ, സ്കൂൾ മുറ്റത്ത് ചില എംബോക്കെയുള്ള പരസ്യ മദ്യപാനം സാറിനെങ്ങനെ സഹിക്കൂ? അതാരാച്ചോ? ഇതോണ്ടേ നിൽക്കുന്നോമാരാ, വടംവലിക്ക് വന്നോമാരാ. അവന്മാരെ പിടിക്കുന്ന സൈഡിനെതിരെ ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് ഇറങ്ങാൻ പോവാ. ഇവന്മാരെ പിടിച്ചാ കിട്ടുമോ? കെട്ടിയിലെ വടവങ്ങ് വിടും, നടും തല്ലി വീഴട്ട്. അപ്പൊ കാണാടോവേ. നീ കുറച്ചാളുണ്ടോ ഇവിടെ? ഉണ്ടോ, ഞാൻ മേടയിലോട്ട് വരാം. വെൽക്കം. ഞാൻ ആ മദ്യപാനികളൊന്ന് കാണാൻ പോവാ. ഈ ചുമ്മാരി അവന്മാരോട് വഴക്കിനൊന്നും പോകണ്ട. അതിനല്ലെന്ന് അവന്മാരെ കുപ്പി എക്സ്ട്രാ ഉണ്ടോ എന്ന് ചോദിക്കാനാ. അച്ചു കൊടുക്കാം.
കളർ എങ്ങനെ ഉണ്ട്? നല്ല ഇതാ. ജാൻസമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് തന്നെ വേണമെന്ന്. പക്ഷെ തണ്ടേ 4 ലക്ഷത്തിന് മേലെയായി രൂപ. അതിന്റെ കള്ളക്കണക്കല്ല എഴുതി വെച്ചിട്ടില്ലടാ. ഒന്ന് പോടാവേ. അറിയാൻ നേരെയുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു ഇതിന്റെ സ്ഥാനത്ത്. അതിന്റെ സുഖമൊന്നും ഈ പെട്ടിക്കകത്ത് കിടന്നാൽ കിട്ടത്തില്ല. എന്റെ മാത്തുക്കുട്ടി, നമ്മൾ വീട് കെട്ടുന്നത് നമ്മുടെ സൗകര്യത്തിനാന്നോ? അല്ല, കാണുന്നവൻ ഞെട്ടണം. ഇതിപ്പോ ഈ പ്ലാങ്കമണ്ണയിൽ ഇത്രയും വലിപ്പത്തില് വേറെ ആർക്കൊണ്ടൊരു വീട്? കടപ്പളാമണിലെ സൈമന്റെ വീട് ഏതാണ്ട് ഇത്രയും വരത്തില്ലയോ നമ്മുടെ അമേരിക്കയിലുള്ള? വലിപ്പമൊക്കെ കാണുമായിരിക്കും, എന്നാലും ഈ എടുപ്പില്ല. പെര പണിയുമ്പോഴും പെണ്ണ് കെട്ടുമ്പോഴും നമ്മുടെ ചിന്ത മറ്റുള്ളവന്റെ കണ്ണ് തള്ളണമെന്നാ. അപ്പൊ മാത്തുക്കുട്ടി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങി വെച്ച് വരാം. നിലടാ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്നാ ചെയ്യാനാ? കുപ്പിയാണോ തരുന്നേ? എന്നാ ഞാൻ പോയി സോഡ മേടിക്കാം. കുപ്പിയും കോപ്പൊന്നും അല്ല, തോമസ് സാറിനെ ഒന്ന് കാണണം. സാറിനൊരു സമ്മാനം. മൗണ്ട് ബ്ലാങ്ക്, ആൽപ്സിലെ ഹയസ്റ്റ് മൗണ്ടിന്റെ പേരാ ഇവന്. വെളുത്ത ശിഖരം. ആന്നോ? ഇരിക്കെ. വേണ്ട സാറേ. ഇരിക്കടാ. വേണ്ട സാറേ. സിറ്റ് ഡൗൺ. ഓ ഉവ്വ. മോബ്ല എന്നാണ് ഇതിന്റെ യഥാർത്ഥ ഉച്ചാരണം. ഇത്ര വിലപിടിപ്പുള്ള പേന വെച്ച് ഞാൻ എന്നാ എഴുതാനാടാ? ഞാനടക്കമുള്ള ഒരുപാട് എണ്ണത്തിന്റെ തലവരെ ധൃത്തിക്കുറിച്ച കയ്യിലോട്ടാണ് ഞാനത് വെച്ച് തന്നിരിക്കുന്നത്. സാർ അതുകൊണ്ട് എന്നാ എഴുതിയാലും നല്ലതേ ആവത്തുള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അന്നേരെ ഞാനൊരു സാറല്ലേ സാറേ. ഒന്ന് പോടാവേ, ഇതെന്റെ ശിഷ്യൻ തന്നതാ. എഴുതിയാലും ഇല്ലെങ്കിലും ഇതിതേ ഇവിടെ ഇരിക്കും. ആ, മതില് പൊളിച്ച പിന്നെ എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ? ഓ, മതിലൊക്കെ അവിടെ ഉണ്ടെന്നേ. അവിടെ ആരും ഒന്നും പൊളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചിലർക്കൊക്കെ ചെറിയ വേലി കെട്ടാനുള്ള പാങ്ങേ ഉണ്ടാകത്തുള്ളൂ. എന്നടാ? എടാ, അതല്ല, ബെർലിൻ മതില്. ആന്നോ? ആ, നിന്റെ പിള്ളേരൊക്കെ മലയാളം പറയൂടാ. ഓ, മുടിഞ്ഞ ജർമ്മനാ. മൂത്തവള് നല്ലതായിട്ട് പിയാനോ വായിക്കും. പാട്ടെല്ലാം ജർമ്മനാ, എന്നാലും നല്ല ഇതാ. എന്നാ പറഞ്ഞിട്ട് എന്നാ പിള്ളേർ അപ്പാന്നും അമ്മച്ചെന്ന് വിളിക്കലെന്ന് വെച്ചാ? ഇനിയുള്ള കാലത്ത് പിഴയ്ക്കുന്ന നാട്ടിലെ ഭാഷ മാതൃഭാഷ അത്ര കാണും. ആട്ടെ, നിനക്കിപ്പോഴും ജർമ്മൻ അങ്ങോട്ട് വഴങ്ങിയിട്ടില്ലല്ലോ? അതല്ല സാറേ, ഈ പണിക്ക് പോകയില്ലെന്ന് പറഞ്ഞ ഗുട്ടൻസ്. മാത്തുക്കുട്ടിക്ക് ജർമ്മൻ ഇപ്പോഴും ഫോറിൻ ലാംഗ്വേജാ. ഒന്ന് ചുമ്മാ ഇരിയടാ. അവിടത്തെ കാര്യങ്ങൾ അവിടെ വന്നാലേ അറിയത്തുള്ളൂ. അനുഭവിച്ചറിയണം.